നമസ്തേ, ഏവർക്കും രഞ്ജിനി വിനോദ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തൃശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ശിവക്ഷേത്രത്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. നഗരത്തിൽ നിന്നും അധികം അകലെയല്ലാതെ സ്ഥിതി ചെയ്യുന്ന വിയ്യൂർ ശിവക്ഷേത്രം. അതിപുരാതനമായ ഒരു ക്ഷേത്രമാണിത്. ക്ഷേത്ര നിർമ്മിതിയൊക്കെ പ്രൗഢഗംഭീരമാണ്. മധ്യമ പാണ്ഡവനായ അർജുനനുമായിട്ടും ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. നമുക്കിന്ന് ഈ ക്ഷേത്രത്തിനെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങേണ്ടത്. അതിനായി കൈലാസനാഥൻ തന്നെ വാക്കുകൾ നൽകി അനുഗ്രഹിക്കട്ടെ. തൃശൂർ ജില്ലയിൽ വിയ്യൂർ ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന വിയ്യൂർ ശിവക്ഷേത്രം അതിപുരാതനമായ ഒരു ശിവക്ഷേത്രമാണ്. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഈ ക്ഷേത്രത്തിൽ പടിഞ്ഞാറ്റ് ദർശനമായി കൈലാസനാഥൻ കുടികൊള്ളുന്നു. കൊടുങ്ങല്ലൂരിനെയും ഷൊർണൂരിനെയും ബന്ധിപ്പിക്കുന്ന സംസ്ഥാനപാത ക്ഷേത്രത്തിൻ്റെ കിഴക്കുവശത്തു കൂടി കടന്നുപോകുന്നു. നമ്മളിപ്പോൾ ക്ഷേത്രത്തിൻ്റെ കിഴക്കുവശത്താണുള്ളത്. ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 4 കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൻ്റെ കിഴക്കുവശത്ത് വിശാലമായ മൈതാനമുണ്ട്. തെക്ക് വശത്ത് അതിമനോഹരമായ ഒരു കുളവുമുണ്ട്. ക്ഷേത്രത്തിന് മുൻവശത്ത് എഴുതി വെച്ച കീർത്തനത്തിൽ നിന്നാണ് ക്ഷേത്ര ഐതിഹ്യം മധ്യമ പാണ്ഡവനായ അർജുനനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലായത്. ആ ഒരു കീർത്തനം നമുക്കൊന്ന് ചൊല്ലി നോക്കാം. വിയൂരിനാഥനേ ദേവാ മഹേശ്വര വിജയപുരത്തപ്പ കൈതൊഴുന്നേൻ. അർജുന കൽപ്പിതമായൊരു ചൈതന്യം ദിവ്യത്വമേറിയ ശൈവശക്തി ആരുണ്ടറിഞ്ഞതിൻ മാഹാത്മ്യഗാംഭീര്യം കേവലം കലയുഗ താലമല്ലോ. അജ്ഞാതമാണതിൻ ദിവ്യരഹസ്യത്തെ വിജ്ഞാനമാക്കുവാൻ സാധ്യമല്ല. എങ്കിലും കേൾക്കണം പണ്ടത്തെ വാമൊഴി വാർത്തയിൽ കേട്ടൊരു ക്ഷേത്രകാര്യം. തൃശൂരിൽ വാഴും വടക്കുംനാഥൻ തൻ്റെ സന്നിധിയിൽ ചെന്നു പാർത്ത വീരൻ ഗുരുവായ ദേവനെ പൂജിച്ചുകൊള്ളുവാൻ പാരം കൊതിയോടെ ഭാവിക്കുമ്പോൾ ദേവൻ മഹേശ്വരൻ അരുൾ ചെയ്തു മെല്ലവേ ശിഷ്യനാം പാർത്ഥനോടും ഈ വിധം. ഭാർഗവരാമൻ വരുന്നുണ്ട് കാണുവാൻ അർജുന സത്വരം മാറിക്കൊള്ളുക. കൽപ്പന കേട്ടതും അർജുനൻ തന്നെ ഗാണ്ഡീവമൂന്നിങ്ങ് മാറിയിരുന്നു. ഗാണ്ഡീവ ചാപത്താൽ ഊനിയാവിൽ കുഴി തീർത്ഥമായുണ്ടും അഗ്നികോണിൽ. വാമൊഴി വാർത്തയിൽ വാസ്തവമുണ്ടെന്നു വിശ്വസിക്കാവുന്ന വസ്തുനിഷ്ഠ. അങ്ങനെ വന്നിരുന്നത്ര വിജയനും പൂജയിലുത്സുകനായി വാണു. ചൈതന്യമൂർത്തിയെ ശിവലിംഗരൂപത്തിൽ പൂജിച്ച പാർത്ഥനും ധന്യനായി. അർജുനൻ കേവലം ദേവേന്ദ്രപുത്രനം നരനാരായണൻ ദിവ്യഗാത്രൻ. അദ്ദേഹം വെച്ചൊരു ശിവലിംഗമാണിതൻ ദിവ്യത്വമേറും മഹിമയേറും. ഓതാവതല്ലതും കേൾക്കാവതല്ലതും ഈശ്വര മഹേശ്വര പാർവതീ വല്ലഭ ശങ്കരാദേവ നമഃ ശിവായ. ഈ കീർത്തനം ക്ഷേത്രത്തിൻ്റെ വെബ്സൈറ്റിലും കാണുവാനുണ്ട്. ആരാണ് ഇത് രചിച്ചത് എന്നറിഞ്ഞുകൂടാ. ഇതിൻ പ്രകാരം ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ഒരിക്കൽ ഭഗവത് ദർശനത്തിനായി കുന്തിപുത്രനായ വില്ലാളി വീരനായ അർജുനൻ എത്തുന്നു. അന്നേ ദിവസം ആ സമയത്ത് തന്നെ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ മഹാദേവന്റെ ശിഷ്യനായ ക്ഷത്രിയ വിദ്വേഷിയായ ഭാർഗവരാമൻ അഥവാ പരശുരാമ മഹർഷി അവിടെ എത്തുന്നുണ്ട് എന്ന് മനസ്സിലായ വടക്കുംനാഥൻ അർജുനനോട് കുറച്ചു നേരത്തേക്കൊന്ന് മാറിയിരിക്കുവാൻ ആവശ്യപ്പെട്ടുത്രേ. മഹേശ്വരന്റെ കൽപ്പന അനുസരിച്ച് ധനഞ്ജയൻ കുറച്ചു നേരത്തേക്ക് ഒന്ന് മാറിയിരുന്നു.
തൻ്റെ പ്രശസ്തമായ ഗാണ്ഡീവം എന്ന വില്ല് ഒന്ന് ഊന്നിയിട്ടാണത്രേ അർജുനൻ മാറിയിരുന്നത്. വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ അഗ്നികോണിൽ ഇപ്പോഴും കാണുന്ന അർജുന വിൽക്കുഴി ഈ ഐതിഹ്യത്തിനെ സാധൂകരിക്കുന്നുമുണ്ട്. അർജുനൻ ആ സമയത്ത് പൂജിച്ച അഥവാ പ്രതിഷ്ഠിച്ച ശിവലിംഗമാണ് ഈ പുണ്യക്ഷേത്രത്തിൽ ഉള്ളത് എന്നാണ് കീർത്തനം പറയുന്നത്. വിയ്യൂരിൻ നാഥനെ വിജയപുരത്തപ്പ എന്ന ഭഗവാനെ ഈ കീർത്തനത്തിൽ അഭിസംബോധന ചെയ്യുന്നതിൽ നിന്നു തന്നെ വിജയൻ അഥവാ അർജുനനുമായിട്ടുള്ള ഈ ക്ഷേത്രത്തിൻ്റെ ബന്ധം ഊഹിക്കാവുന്നതുമാണ്. കിഴക്ക് വശത്ത് പ്രവേശന കവാടവും പടിഞ്ഞാറേ ഭാഗത്ത് ക്ഷേത്ര ഗോപുരവുമുണ്ട്. പിന്നെ ബലിക്കല്ലും ഇവിടെയുണ്ട്. നാലമ്പലത്തിനകത്ത് ഇരുനില ചതുര ശ്രീകോവിലിൽ പടിഞ്ഞാറ്റ് ദർശനമായി കൈലാസനാഥൻ വിയ്യൂർ തേവരായി പരിലസിക്കുന്നു. മുമ്പിൽ നമസ്കാര മണ്ഡപവും അവിടെ നന്ദികേശ്വരനുമുണ്ട്. ശ്രീകോവിലിന് പിറകിൽ ഉമാമഹേശ്വരന്മാരുടെ ചിത്രം വെച്ച് വിളക്ക് തെളിയിച്ച് വെച്ചിട്ടുമുണ്ട്. ശ്രീ പാർവതീദേവിയുടെ അദൃശ്യ സാന്നിധ്യം ഭഗവാനോടൊപ്പം ഇവിടെയുണ്ട് എന്നൊക്കെ വിശ്വാസങ്ങളുമുണ്ട്. ഇവിടെ വാഴുന്ന മഹാദേവന് രൗദ്രഭാവമാണ് എന്നും വാമൊഴികളുണ്ട്. ക്ഷേത്രത്തിലെ അതിമനോഹരമായ കുളമാണിത്. വളരെ വൃത്തിയായും ഭംഗിയായും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത്. ഇവിടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളോ അഥവാ നവീകരണ പ്രവർത്തനങ്ങളോ ഒക്കെ നടന്നിട്ട് അധികം കാലമായിട്ടില്ല എന്നുള്ള സൂചനകൾ ക്ഷേത്ര കാഴ്ചകൾ പങ്കുവെക്കുന്നുമുണ്ട്. നാലമ്പലത്തിനകത്ത് ഗണപതി ഭഗവാൻ കുടികൊള്ളുന്നുണ്ട്. നാലമ്പലത്തിനു പുറത്ത് ഭദ്രകാളി ദേവി സ്വതന്ത്ര ശ്രീകോവിലിൽ പരിലസിക്കുന്നു. പിന്നെ സർപ്പക്കാവും ബ്രഹ്മരക്ഷസും ഈ ക്ഷേത്രത്തിലുണ്ട്. താന്ത്രിക അധികാരം പുലിയന്നൂർ മനയ്ക്കാണ്. പണ്ട് കുറേ മനകൾ ക്ഷേത്ര ഊരായ്മക്കാരായിരുന്നു എന്ന് പറയപ്പെടുന്നു. വിയ്യൂർ ശിവക്ഷേത്ര ഉപദേശക സമിതി ക്ഷേത്ര ദൈനംദിന കാര്യങ്ങൾ നോക്കി നടത്തുന്നുണ്ട്. അഭിഷേകാദികൾ, അർച്ചനകൾ, പൂജകൾ, നിവേദ്യങ്ങൾ എന്നിങ്ങനെ മഹാദേവനും മറ്റു ഉപദേവതമാർക്കും നിരവധി വഴിപാടുകൾ ചെയ്യുവാനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. മകരമാസത്തിലെ പ്രതിഷ്ഠാദിനത്തിൽ നവകം, പഞ്ചഗവ്യം, ശ്രീഭൂതബലി, പഞ്ചാരിമേളം, ചതുശ്ശതം എന്നിവ ഉണ്ടാകുന്നു. ശിവരാത്രിയും തിരുവാതിരയും മറ്റ് ആണ്ടുവിശേഷങ്ങളാണ്. പ്രദോഷം പ്രധാനമാണ്. കന്നിമാസത്തിലെ ആയില്യവും വിശേഷാൽ ആചരിക്കപ്പെടുന്നു. ഇനിയും എന്തൊക്കെയോ കഥകൾ ഈ പുരാതന ക്ഷേത്രത്തിന് പറയുവാനുണ്ട് എന്ന് മനസ്സ് പറയുന്നു. പല കഥകളും കാലത്തിൻ്റെ ആ ഗതിയിൽ വിസ്മൃതിയിൽ ആണ്ടുകഴിഞ്ഞിരിക്കുന്നു. വിശാലമായ ക്ഷേത്രഭൂമിയും സാമാന്യം വലിയ ചുറ്റമ്പലവും ശാന്തസുന്ദരമായ അന്തരീക്ഷവും ക്ഷേത്രത്തിനെ മനോഹരമാക്കുന്നുണ്ട്. തീർച്ചയായും വന്ന് കണ്ട് അനുഭവിക്കേണ്ട ഒരു പുരാതന ക്ഷേത്രം തന്നെയാണിത്. അതിപുരാതനമായ ഈ ക്ഷേത്രത്തിൽ വിയ്യൂർ നാഥനായി വിജയപുരത്തപ്പനായി കൈലാസനാഥൻ ഭക്തജനങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് വാണരുളുന്നു. ഉച്ചരിച്ച ഓരോ അക്ഷരവും ഭഗവാന്റെ ആ തൃപ്പാദങ്ങളിൽ അർച്ചനയായി സമർപ്പിക്കുന്നു. ആത്മാത്വം ഗിരിജാമതി സഹജര പ്രാണാശരീരം ഗൃഹം പൂജാദേ വിഷയോപഭോഗരചന നിദ്രാസമാധിസ്ഥിതി സംജാരപദയോ പ്രദക്ഷിണവിധി സ്തോത്രാണി സർവാഗിരോ യത്യത് കർമ്മ കരോമി തത്തഖിലം ശംഭോ തവാരാധനം. ഏവർക്കും സർവമംഗളങ്ങൾ ആശംസിക്കുന്നു. ഇനി വേറൊരു പുണ്യഭൂമിയിൽ വെച്ച് കാണും വരെയും തൽക്കാലത്തേക്ക് വിടാം. വിയ്യൂരിൽ കുടികൊള്ളുന്ന കൈലാസനാഥൻ നാം ഏവരെയും കാത്തുരക്ഷിക്കട്ടെ. ഓം നമഃ ശിവായ. നമഃ പാർവതീപതേ. ഹര ഹര മഹാദേവ.